നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് വിനോദ് ഒപ്പഞ്ചറ എന്ന് പറയാം. എത്ര വർഷമായിട്ട് കളം വരയ്ക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ഒരു 29 വർഷത്തോളമായി ഞാൻ. ഓക്കെ. അതൊക്കെ എൻ്റെ അനിയന്മാരെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഇങ്ങനെ കളമെഴുത്ത് പാട്ടും തോറ്റം പാട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഈ കളമെഴുത്തും കളമെഴുത്ത് പാട്ടും ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണല്ലോ. അതെ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ വായ്മൊഴിയായിട്ട് പകർന്നു വരുന്ന പാട്ടുകളാണ്. അതെ അതെ, വാമൊഴിയായിട്ട് കിട്ടുന്ന പാട്ടുകൾ. ഒന്ന് രണ്ട് പാട്ടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന്. അത് നമ്മളങ്ങനെ ഇതിൽ ഇപ്പോൾ എല്ലാ ചാനലിലൊക്കെ കേൾക്കാം. കുട്ടികളൊക്കെ ദേവിയുടെ പാട്ടൊക്കെ പാടി ഇതിലിടുന്നു. നമ്മുടെ വാമൊഴിയിലൊന്നും ഇല്ലാത്ത സമ്പ്രദായങ്ങളാണ് അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊന്നും അതിനോട് യോജിക്കുന്ന ആളല്ല. നമ്മൾ ആ വാമൊഴി സമ്പ്രദായത്തിൽ തന്നെ പോകണം. അത് ഞങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചിട്ടുള്ള സമ്പ്രദായം ഇല്ലായിരുന്നു. നമ്മൾ അച്ചാച്ചന്മാർ അല്ലെങ്കിൽ കാരണന്മാർ നമ്മളെങ്ങനെ പഠിപ്പിച്ചോ ആ രീതിയിലാണ് അത്. പിന്നെ ഓരോരുത്തർ പഠിപ്പിക്കുന്ന ശൈലികൾ വ്യത്യാസം ഉണ്ടാവും. ഓരോ നാട്ടാചാരങ്ങളുണ്ടാവും. ആ നാട്ടാചാര പ്രകാരമാണ് ഇത് പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ കാണാൻ നമുക്ക് കുറേ കുട്ടികൾ ദേവിയുടെ പാട്ടൊക്കെ പാടി അതിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ലായിരുന്നു. അപ്പം നമ്മളൊന്നും അതിനോട് യോജിക്കുന്ന ആളല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതെന്ന് ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷയാണ്. അപ്പം മലയാളത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നതാണ് വാമൊഴിയിൽ. നമ്മുടെ അച്ചാച്ചന്മാരൊക്കെ ഞങ്ങളൊക്കെ ഒരു വേലൻ സമുദായത്തിൽപ്പെട്ട പാരമ്പര്യമായിട്ട് കളമെഴുത്തും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു മന്ത്രം ആണ്. നമ്മൾ ദേവിനെ വിളിക്കുന്ന നാടൻ ശൈലികൾ അല്ലെങ്കിൽ വിഷ്ണുമായനെ വിളിക്കുന്ന നാടൻ ശൈലികളാണ് ഇത് പരമാവധി ഇതിലുള്ളത്. പിന്നെ സംസ്കൃതം കയറി വന്നപ്പോൾ നമുക്കിതിലതൊന്നും കയറേണ്ട കാര്യമില്ല. നമ്മുടെ അച്ചാച്ചന്മാരെങ്ങനെ പഠിപ്പിച്ചു ആ രീതിയിൽ പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത്. ഈ കളമെഴുത്തിൽ ഉപയോഗിക്കുന്ന ചായങ്ങൾ നമ്മൾ 5 വർണ്ണം എന്ന് വെച്ചാൽ അരിപ്പൊടി, ഉമിക്കരി, വാകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി കൂട്ടുന്നത് സുന്ദരം എന്ന് പറയും, അല്ലെ സിന്ദൂരം എന്ന് പറയും. അങ്ങനെ 5 വർണ്ണം. ഈ 5 വർണ്ണത്തിന് പഞ്ചലോക സങ്കല്പമുണ്ട്, പഞ്ചഭൂത സങ്കല്പമുണ്ട്. പിന്നെ പറയും 5 വർണ്ണത്തിന് പഞ്ചലോകം എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തിനെ സങ്കല്പിക്കുന്നതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, വെള്ളിനെ സങ്കല്പിക്കുന്നതാണ് അരിപ്പൊടി, ഉമിക്കരി ഇരുമ്പ്, കൂട്ടുന്ന സിന്ദൂരം ചെമ്പ്, പച്ച ഈയം. 5 ലോകമായി. 5 ലോക വർണ്ണത്തിലാണ് അത്. മറ്റുള്ള സമ്പ്രദായത്തിൽപ്പെട്ട കല്ലാട്ട് കുറുപ്പന്മാരൊക്കെ അവരൊന്നും ഇതുവരെ കളർ പൊടികൾ ഉപയോഗിക്കില്ല. ഞങ്ങളുടെ സമ്പ്രദായത്തിൽ കളർ പൊടികളെ കളത്തിന് ഭയങ്കര ഇത് കൊടുത്തിട്ടെ അതിൻ്റെ ഒരു പവിത്രതയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ സമ്പ്രദായങ്ങൾ. അതിന് എതിരായിട്ട് ആരെങ്കിലും ശബ്ദിക്കാൻ നിൽക്കുന്ന അല്ല. ഞാനും ആദ്യം ചെയ്തപ്പോൾ നമുക്കും കുറേ ഇഷ്ടങ്ങളായിരുന്നു കളറിനോട്. നമ്മളതിന് തെറ്റിതിരുത്തി. നമ്മൾ പിന്നെ അതിന് ശേഷം ഇത് മനസ്സിലായതിന് ശേഷം ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി നമ്മൾ കളർന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കില്ല. നമ്മൾ പഞ്ചവർണ്ണം മാത്രമാക്കി, നാച്ചുറൽ പൊടി മാത്രമാക്കി. അതുകൊണ്ട് ചെയ്യുന്ന ഭംഗി മതി. പിന്നെ പേപ്പർ ഗിൽറ്റ് ഉപയോഗിക്കില്ല. അതൊരു സ്ഥലത്തൊരു കുട്ടി ഗിൽറ്റിക്ക് വരച്ചിട്ട് സ്വാമി തുള്ളിയിരിക്കുമ്പോൾ കുരുത്തോലപ്പെട്ട് മാച്ചപ്പോളേ ആ ഗിൽറ്റ് പറഞ്ഞ് കുട്ടിയുടെ മൂക്കിൽ വന്ന് ആ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. അത് നമ്മുടെ കണ്ണിൽ കണ്ടപ്പോൾ ആ പരിപാടി നിർത്തി. നമ്മൾ നാച്ചുറൽ പൊടി, അഞ്ചനക്കല്ലിൻ്റെ പൊടി പിടിച്ചിട്ടൊരു ഗിൽറ്റ് വരുന്നുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ വാങ്ങാറില്ല. ഈ പഞ്ചവർണ്ണം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ച് പോരുന്നത്. അതിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞാലും അവരൊന്നും പറയാറുമില്ല. ചിലവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. കളറിൽ വരച്ചില്ലെങ്കിൽ നമ്മുടെ പരിപാടി പോകും എന്നുള്ള പേടി. നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഇങ്ങനെയാണ് പോകും. ഈ ഓരോ ദൈവത്തിനും ഓരോ തരം കളമല്ലേ? അതെ അതെ. അത് എങ്ങനെയാണ് നമുക്ക് അത് ഇന്നതാണ് അതിന് ഓരോ കണക്കുണ്ട്. ദേവിക്ക് 16 ഇടാം, 64 ഇടാം, ചെത്തിക്കോല് കളം വരയ്ക്കാം, പീഠം കാലുവ കളം വരയ്ക്കാം. പത്മകളമാണ് ശരിക്കും അതിന് പ്രധാനം. പക്ഷെ ഇപ്പോൾ നമ്മൾ രാജാരവിവർമ്മയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഈ കളങ്ങളിൽ രൂപം വന്നത്. രൂപം വരയ്ക്കുക ഭൂതവടിവിലാണ്. അത് കല്ലാട്ട് കുറുപ്പന്മാരൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭക്തി തോന്നും. ഇന്ന് നമ്മുടെ കളങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഹായ് അല്ലെങ്കിൽ അയ്യോ നന്നായില്ലേ. അവരുടെ കളം കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയില്ല, കൈ കൂപ്പി തൊഴുകും നിൽക്കും. അതാണ് അവരുടെ സമ്പ്രദായം. നമുക്ക് എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റും ഇന്ന കളം ഇന്ന ആളുടെയാണ്? അത് പാരമ്പര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓരോ പത്മങ്ങൾക്ക് കണക്കുണ്ട്. ഇപ്പം നമ്മൾ രൂപം വരച്ചാൽ തന്നെ വിഷ്ണുമാരുടെ രൂപം വരച്ചാൽ തന്നെ അയിങ്കോണ് പത്മം എന്ന് പറഞ്ഞിട്ടൊരു പത്മം ഇടും. അതിലാണ് നമ്മൾ സാമ്യത സങ്കല്പിക്കുക. അപ്പോൾ പത്മം കാണുമ്പോൾ വിഷ്ണുവായിക്കാന്ന് മനസ്സിലാകും. കരിങ്കുട്ടിക്കാണെങ്കിൽ കരിങ്കുട്ടിക്ക് ഒരു മുക്കോണ് കാണും. അങ്ങനെ ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട്. വീരഭദ്രസ്വാമിക്ക് 8 കോണുണ്ടായിരിക്കും. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത്. അതെ. ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട്. പിന്നെ ഭദ്രകാളിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് 16 തോന്നുന്നവർ വരയ്ക്കുന്നു, അല്ലെങ്കിൽ 64. ഇന്നലെ 64 വരച്ചത്. അപ്പോൾ 64 ഭൂതഗണങ്ങളെ. പിന്നെ ദേവിയുടെ സങ്കല്പത്തിലാണ് ഈ പൂജയ്ക്ക് വ്യത്യാസമുണ്ട്. ദേവിക്ക് ഞങ്ങളുടെ ഇതിൽ പറയാം, ഞങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട പൂജിക്കുക. അതിനെ തോറ്റം പാട്ടെന്ന് പറയും. മുണ്ടിയാൻ പാട്ടിനെ മറ്റേത് ഇഴാറും ചണ്ണിയും കൂട്ടി പാടുന്നത് മുണ്ടിയാൻ പാട്ടെന്ന് പറയും. അത് പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് പൂജിക്കും.
പക്ഷെ ചിലവരൊക്കെ വേറെ രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാച്ചന്മാർ പഠിപ്പിച്ചതാണ് നമ്മൾ പറയണത്, അതാണ് അങ്ങനെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ വർഷങ്ങളായി, എനിക്ക് തന്നെ ഓർമ്മയില്ല എത്ര വർഷമായിരുന്നു, 10 വർഷം എന്നല്ല അതിന് മേലെ അതിൻ്റെ കൂടെ. ഈ കളം വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ വന്നാൽ അത് സാരമായി ബാധിക്കും. അത് നമ്മൾ കളം വരയ്ക്കുന്നതിന് മുന്നേ ആർക്കാണ് വരയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ പറയും, നമ്മളറിഞ്ഞും അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് നമ്മുടെ കൂടെ നിൽക്കണം. അന്ന് ഏത് മൂർത്തിയാണ് ആ മൂർത്തിനെ നമ്മൾ സങ്കല്പിച്ച്. പിന്നെ ഞങ്ങളൊക്കെ വേല സമുദായക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുലദേവതയുണ്ട്, കുലവണ്ണായാടി എന്ന് പറയും. അതിനായിരിക്കും മിക്ക ആൾക്കാരും കൂടെ കൊണ്ട് നടക്കുക. അത് നമ്മുടെ ഓരോ ഇതിലേക്കും ഓരോ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഒരു ദേവത കുലദേവതയായിട്ട് കൊണ്ടുനടക്കുന്ന കുലവണ്ണായാടി, പിന്നെ വിഷ്ണുമായ ഭദ്രകാളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരായാലും പ്രധാനമായിട്ട് നമ്മൾ അതിനാണ് കൊടുക്കുക. അപ്പോൾ അത് അതിനെ സങ്കല്പിച്ച് നമ്മൾ പറയും, അങ്ങനെയാണ് പോകും. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇങ്ങനെ കളം തെറ്റി വരച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉപാസന അല്ലെങ്കിൽ വ്രതം കാര്യങ്ങൾ എടുക്കാണ്ട് ചെയ്തവർ നിസ്സാര ദിവസങ്ങൾക്കകം അതിൻ്റെതായ ശാപങ്ങൾ കിട്ടി പല. അതുള്ളതാണ്, പറഞ്ഞ് കേട്ടിട്ടുണ്ട് തന്നെ, അതുള്ളത് തന്നെ. പിന്നെ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വരയ്ക്കരുതെന്ന് പറയാം, അങ്ങനൊരു സമ്പ്രദായം പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പാകവഴ അതിൽ കാണാം. പക്ഷേ പത്മങ്ങൾ വരയ്ക്കുമ്പോൾ അതിന് കണക്ക് കറക്റ്റായിരിക്കണം. പിന്നെ അതിൽ പൂത്തറ കളമുണ്ട്, മണിത്തറ കളങ്ങൾ, അങ്ങനെ കുറേ കളങ്ങൾ, കുറേ പേരുകളുണ്ട്. അങ്ങനെയാണ് ഈ കളമെഴുത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കാലത്ത് ഒരുപാട് വിവരം കൂടുതലുള്ള ആൾക്കാർ എന്ന് സ്വയം ഭാവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവർ വന്നിട്ട് നിങ്ങളുടെ കളം വരച്ചതിന് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി? നമ്മളപ്പോൾ ഭഗവാനോട് പറയും, നമ്മൾ ആർക്കാ ചെയ്തെന്ന് വെച്ചാൽ നമ്മളറിഞ്ഞ് മനസ്സറിഞ്ഞാൽ ചെയ്യാത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ സമയം ടു സമയമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് നമ്മളപ്പോൾ അതിൻ്റെ സിസ്റ്റം പോലെ അവർ പറയുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ നടത്തി കൊടുക്കും. ചിലവർ പലതും പറയാം, പക്ഷെ ഒന്നും പറയാറില്ല കേട്ടോ. ഇവിടെ ആരും പറഞ്ഞില്ല. ചിലവർ പറയും കളം മോശമായി, അത് മോശമായി, പാട്ട് മോശമായി എന്നൊക്കെ പറയും. അതൊക്കെ അങ്ങനെയോട് പറയും. അല്ല, ഇപ്പം ജനം പലവിധമല്ല. ഏതെങ്കിലും കളം വരച്ചിട്ട് നേരിട്ട് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായ ഏതെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ഭദ്രകാളിക്ക് ഒരു കളം കഴിഞ്ഞിട്ട്, അപ്പോൾ അദ്ദേഹത്തിന് വയ്യാത്ത ഒരാളായിരുന്നു, തുള്ളാൻ, തൃശ്ശൂർ ഭാഗത്താണ്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ തുള്ളാനൊന്നുമില്ല, നിർത്തല്ല എന്നൊക്കെ പറഞ്ഞു നിന്ന്. അങ്ങനെ ഗുരുതി നടന്ന്, ഗുരുതി നമ്മൾ തന്നെയായിരുന്നു. ഗുരുതി കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ ഗുരുതി കടത്തിൽ കയറി അവിടെ വെച്ച് മരിക്കണം. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. അതാൾ പറയുകയും ചെയ്തു, ഞാൻ ഈ കൊല്ലം തുള്ളലോട് കൂടി അവസാനിക്കുന്നു. അത് കറക്റ്റ് നമുക്കത് കാണിച്ചു തന്നു. മരിച്ചു ആൾ അവിടെ ആ വീട്ടും പേരൊക്കെ ശരിക്കും ഉണ്ടായ സംഭവമാണ്. ഊരകം ഷാജൻചാറിൻ്റെ പരിപാടിക്ക് പോയതാണ്. ഇത് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു അമ്പലം തന്നെയാണ്. ഇവിടെ വന്ന് പെട്ടതും നമുക്ക് ഭയങ്കര ഒരു, നമുക്ക് മാർച്ച് 21 ഇവിടെ സ്റ്റാർട്ടിങ്, 20 കൂടി കയറും. അപ്പോൾ ഞങ്ങൾ തലേദിവസം വരും. നമ്മൾ വന്ന ഒരു കുടുംബം പോലെ. ഇവിടെ എന്ത് നമ്മൾ പറഞ്ഞാലും കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല. വേറൊരു ക്ഷേത്രത്തിൽ പോയാലും കിട്ടൂല അതുപോലെ. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് സഹകരിക്കും. ഇപ്പോൾ എന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ കയറി വരെ എടുക്കാം, ഒന്നും പറയില്ല. നമ്മുടെ ഒരു വീട് പോലെ അവിടെ കാണാം. ഭയങ്കര അതുപോലൊരു ക്ഷേത്രം എനിക്കില്ല കേട്ടാ. ഞങ്ങൾ 5-6 ദിവസം ഉണ്ടോ ഇവിടെ. 20-ാം തീയതി വന്നതിന് 25-ാം തീയതി അന്ന് വന്നു, 5-6 ദിവസം ഉണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭക്ഷണം വേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില സ്ഥലങ്ങളിൽ ചെന്ന് ഇതൊന്നും നടക്കില്ല. നമ്മളൊക്കെ കാണുന്ന രീതികൾ പണ്ട് പല രീതികളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഈ കൈപ്പറ്റി ക്ഷേത്രത്തിൽ എല്ലാം ക്ലിയറൻസാണ്. ഏകദേശം എത്ര ക്ഷേത്രത്തിൽ ഇതുപോലെ കളം വരച്ചിട്ടുണ്ടാവും? അയ്യോ, ഏകദേശം എത്ര കളം വരച്ചിട്ടുണ്ടായിരുന്നു? അതൊന്നും പറയാൻ പറ്റില്ല. ഒരു വർഷം തന്നെ ഇപ്പം തന്നെ ഒരു 150 കളങ്ങൾ കുടുംബക്ഷേത്രങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ധനുമാസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതൊന്നും പറയാൻ എണ്ണൊന്നും അറിയില്ല. അമൃതം മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ തന്നതിന് ഒരുപാട് നന്ദി. സന്തോഷം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.